money, fame and popularity. ഇത് മൂന്നും കിട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ ഏത് ലിമിറ്റ് വരെയും പോകും. അതിപ്പോൾ സ്വന്തം തന്തനെ തല്ലിക്കൊന്നാലും ആ ലിമിറ്റും കടന്ന് ഏത് മനുഷ്യന്മാരും പോകും ഈ മൂന്ന് സാധനത്തിന് വേണ്ടി. ആൻഡ് നൗ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം തൊപ്പിയുടെ എക്സ് ഫസ്മിന. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഫസ്മിന സക്കീർ ഒരു ഫേമസ് ആയ ഇൻഫ്ലുവൻസറാണ്. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസുള്ളൂ, ഇതുകൂടെ തീർന്നാ വംശനാശം. അത് എങ്ങനെയാ ഫേമസ് ആയെന്നൊക്കെ ചോദിച്ചാൽ അത് ഞാനൊന്നും പറയുന്നില്ല. പോട്ടെ, എങ്ങനെയോ ഫേമസ് ആയിക്കോട്ടെ. ഇപ്പോൾ എന്തായാലും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിൽക്കുന്ന ഒരാളാണ് ഫസ്മിന സക്കീർ ഉസൈൻ. പുള്ളിക്കാരിയെ നമ്മളെല്ലാം കണ്ടു തുടങ്ങിയത്, അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടു തുടങ്ങിയത് തൊപ്പിയുടെ ലൈവിൽ. തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്മിനെ കണ്ടത്. അപ്പോൾ കണ്ട ഏതൊരാൾക്കും സംശയം പോലെ എനിക്കും തോന്നി, ഇവൾ ജസ്റ്റ് ഫെയിമിന് വേണ്ടിയിട്ട് മാത്രമാണോ ഈ തൊപ്പിയുടെ കൂടെ നിൽക്കുന്നത്, അതോ ഇവർ സിൻസിയറായിട്ടാണോ തൊപ്പിയുടെ കൂടെ നിൽക്കുന്നത്? ആദ്യം ഒരു തോന്നലുണ്ടായിരുന്നെങ്കിലും പിന്നെ എനിക്ക് തോന്നി അവളൊരു സിൻസിയറായിട്ടൊരു കൊച്ചാണ്, തൊപ്പീനെ ശരിക്കും സിൻസിയറായിട്ടാണ് പ്രേമിക്കുന്നതെന്നൊക്കെ. ഓർ അറ്റ്ലീസ്റ്റ് കുറച്ച് കാലം അവൾ സിൻസിയറായിട്ടായിരുന്നു തൊപ്പീനെ നോക്കിയിരുന്നത്. ഓർ മേ ബി അവൾ ജസ്റ്റ് ഫെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ അത്ര നാൾ സിൻസിയറായിട്ട് അഭിനയിച്ചേ എന്ന് നമുക്കറിയില്ല. സോ കുറച്ച് നാൾക്ക് ശേഷം തൊപ്പിയായിട്ടുള്ള ബ്രേക്കപ്പ് കഴിഞ്ഞു. അതിനുള്ള റീസൺ എന്താണോ എന്ന് ആർക്കും അറിയത്തില്ല, ആരും ചോദിക്കാനും പോയിട്ടില്ല. ചോദിക്കാൻ പോയിട്ടില്ലെന്നല്ല, കുറേ പേരും ചോദിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും മ്യൂച്വലായിട്ട് എടുത്ത ഡിസിഷനാണ്, അവർ പുറത്ത് പറയത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ഫസ്മിന സക്കീറിൻ്റെ ഒരു വിവരവും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ആ കുട്ടീനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് ആ കുട്ടി ഇടുന്ന കണ്ടൻറ്റിനോട് ഒട്ടും താല്പര്യമില്ല. പണ്ട് തൊട്ടേ കരഞ്ഞ് മെഴുകിയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് പുള്ളിക്കാരത്തെ ഇട്ടുകൊണ്ടിരുന്നത്. എനിക്കതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. സോ ഞാനൊരിക്കലും പുള്ളിക്കാരത്തിനെ ഫോളോ ചെയ്യാൻ പോയിട്ടില്ല, പുള്ളിക്കാരത്തിന് അപ്ഡേറ്റ്സ് തിരക്കാൻ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതിനുശേഷം വരുന്നൊരു ന്യൂസായിരുന്നു പുള്ളിക്കാരത്തിയും പുള്ളിക്കാരത്തെ റൂംമേറ്റ്സും തമ്മിലുള്ള ഒരടി. അത് അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആയതായിരുന്നു. ആ ഒരു അടിയിലൂടെ പുതിയൊരു പേര് നമ്മൾ കേട്ടു തുടങ്ങി, അതാണ് ലല്ലൂബി. ലല്ലൂബി ഫസ്മിനയുടെ ഏതോ ഫ്ലാറ്റ്മേറ്റിനെ ആയിട്ട് അടിയുണ്ടാക്കി ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലല്ലൂബി അറസ്റ്റ് എങ്ങാണ്ടായിരുന്നു ആ സമയത്ത്. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഒരു ഓഡിയോ ക്ലിപ്പ് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫസ്മിനയും ഈ അടിയുണ്ടാക്കിയ പെണ്ണിൻ്റെ അമ്മയായിട്ടുള്ളൊരു ഓഡിയോ ക്ലിപ്പ്. അതിൽ നമ്മുടെ ഫസ്മിന വെളിപ്പെടുത്തുന്നത് ഫസ്മിന പ്രഗ്നൻ്റ് ആണ്, അതും ലല്ലൂബിയുടെ കൊച്ചായിട്ട്. അത് കാരണം കേസിൽ നിന്ന് പിന്മാറണം, ലല്ലൂബിനെ പുറത്തിറക്കണം എന്നൊരു ഓഡിയോ ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടതാണ്. മതി, ഇത് മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ആക്ച്വലി അത് കേട്ടപ്പം ഷോക്കായിപ്പോയി. കാരണം കല്യാണം പോലും കഴിയാതെ പെട്ടെന്ന് തന്നെ ഫസ്മിന വന്ന് പ്രഗ്നൻ്റ് എന്നൊക്കെ പറയുമ്പം ആരാണെങ്കിലും ഒന്ന് ഷോക്കാകും. അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷൻ്റെ ആൾക്കാർ എന്തായാലും ഷോക്കാവും. ബിക്കോസ് ഞങ്ങളിതൊന്നും കേട്ട് ശീലിച്ചിട്ടുള്ള ഒരാൾക്കാരല്ല. സോ അത്യാവശ്യം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് എന്നൊക്കെ അറിയുമ്പം ആരാണെങ്കിലും ഒന്ന് ഞെട്ടും. അപ്പോൾ ഓക്കെ, അതും കഴിഞ്ഞിട്ട് കുറച്ച് നാളിന് ശേഷം നമ്മളറിയുന്നത് ലല്ലൂബിയും ഫസ്മിനയായിട്ടുള്ള നിക്കാഹ് നടക്കാൻ പോകുവാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഗുഡ്, പ്രഗ്നൻ്റ് ആയി, അതേപോലെ തന്നെ പെട്ടെന്ന് നിക്കാഹ് കഴിക്കുന്നു, ഇറ്റ്സ് എ വെരി ഗുഡ് ചേഞ്ച്. ആ നിക്കാഹിൻ്റെ ഇടയ്ക്കും അത്യാവശ്യം നല്ല കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്താണ് ഫസ്മിന നമ്മുടെ ഗാംബ്ലിംഗ് ഗെയിംസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിക്കാഹിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഗാംബ്ലിംഗ് വഴിയാണ് പൈസ ഉണ്ടാക്കിയത് എന്നുള്ളൊരു വീഡിയോ ഒക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് കോൺട്രവേഴ്സി ആയതായിരുന്നു. അതൊക്കെ ആ വഴി പോയി. പിന്നെ അവരുടെ നിക്കാഹും കഴിഞ്ഞു. അവരുടെ നിക്കാഹിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വീഡിയോസൊക്കെ ഇട്ടു. പക്ഷെ അവർക്ക് അങ്ങോട്ട് റീച്ച് കിട്ടുന്നില്ലായിരുന്നു, കാരണം ആ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു. ഒരു നോർമലായിട്ടുള്ള റീച്ച് തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ കുറച്ച് നാളിന് ശേഷം വേറൊരു ന്യൂസ് ഇങ്ങനെ വന്നു. ഫസ്മിനയുടെ ഹസ്ബൻഡായ ലല്ലൂബിനെ അൺഫോളോ അടിച്ചു ഇൻസ്റ്റാഗ്രാമിൽ. അത് അത്യാവശ്യം വൈറലായി. എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി ഫസ്മിനയോട്. ഫസ്മിന അപ്പോഴൊന്നും മിണ്ടിയില്ല. കുറച്ച് നാളത്തേക്ക് ഫുൾ സൈലൻ്റ് ആയിരുന്നു. രണ്ടുപേരും ഫുൾ സൈലൻറ്റിലായിരുന്നു. അങ്ങനെ അവർക്ക് കുറച്ച് വ്യൂവേഴ്സ് കിട്ടിയപ്പം അവർ ആ ബോംബെടുത്ത് പൊട്ടി. അവരൊരു പുതിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ പോവാം. അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ അൺഫോളോ അടിച്ചത്. അതിൻ്റെ പേരിലും അത്യാവശ്യം കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാരണം ആൾക്കാരെ പറ്റിക്കുന്നു, ആൾക്കാരെ വെഡ്ഡികളാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊന്നും നമ്മുടെ ഫസ്മിന മൈൻഡാക്കിയില്ല, അതേപോലെ തന്നെ പോയി.
സോ വീണ്ടും കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർ പഴയ പോലെ തന്നെ ഒരു നോർമൽ വ്യൂസിലോട്ട് പോയി. അധികം ലൈൻ ലൈറ്റിലൊന്നും അല്ലാണ്ട് നോർമൽ ഒരു ആൾക്കാരായിട്ട് പോയി. ഞാൻ പിന്നെ അറിയുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്മിനയും ഫസ്മിനയുടെ ഹസ്ബൻഡായ ലല്ലൂബിയും ഡിവോഴ്സ് ആകാൻ പോകുന്നു. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. അതിനുള്ള കാരണങ്ങളൊന്നും ആദ്യമേ വ്യക്തമല്ലായിരുന്നു. പല പല റൂമേഴ്സ് വന്നു. ഫസ്മിനെ ചീറ്റ് ചെയ്തു, ലല്ലൂബി ചീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ റൂമേഴ്സ് വന്നു. ഒടുവിൽ നമ്മുടെ ഫസ്മിന് തന്നെ പറഞ്ഞു ലല്ലൂബി അവളെ ചതിച്ചതാണ്. ലല്ലൂബിക്ക് കുറേ ചുറ്റിക്കളികളുണ്ടായിരുന്നു, കുൽസിതങ്ങളുണ്ടായിരുന്നു, സ്നാപ്ചാറ്റ് പൊക്കി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഫസ്മിന അപ്പോൾ തുറന്നടിച്ച് പറഞ്ഞു. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. ആ ഒരു സമയത്ത് ലല്ലൂബിയുടെ ഇഷ്ടം പോലെ ചാറ്റ്സുകൾ പുറത്തു വന്നിരുന്നു. ലല്ലൂബിയുടെ ഓരോരോ കുൽസിതങ്ങൾ ഓരോരോ പേജസിലായി കാണാൻ തുടങ്ങി. സോ കാണുന്ന വ്യൂവേഴ്സിന് എല്ലാവർക്കും ഫസ്മിനിയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നി. കാരണം ജസ്റ്റ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു 2-3 മന്ത്സേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ ചീറ്റ് ചെയ്തു, ഡിവോഴ്സായി എന്നൊക്കെ കേട്ടപ്പം എല്ലാവർക്കും ഫസ്മിനിയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നി. സോ ഫസ്മിന ലല്ലൂബിക്കെതിരെ ഇഷ്ടംപോലെ വീഡിയോസ് ഇറക്കാൻ തുടങ്ങി. പ്രേക്ഷകരെല്ലാം ഫസ്മിനയുടെ വീഡിയോസ് കണ്ടിട്ട് ഫസ്മിനയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഫസ്മിന എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട്, എല്ലാം പക്കാ ഡീറ്റെയിൽസ് ആയിട്ടായിരുന്നു ലല്ലൂബിയിലെ കുൽസിതങ്ങളും എല്ലാം പറഞ്ഞ് കാണിച്ചിരുന്നത്. സോ ആ സിറ്റുവേഷനിലൂടെ കടന്നുപോയ കുറേ പേര് ഫസ്മിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ നോർമലായിട്ട് കാണുന്ന ആരും ഫസ്മിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഫസ്മിന അനുഭവിച്ചിരുന്ന ആ സിറ്റുവേഷൻ ഒട്ടും നോർമൽ അല്ലാത്തൊരു കാര്യമായിരുന്നു. സോ എല്ലാവർക്കും ഒരു സഹതാപം, ഒരു സോഫ്റ്റ് കോർണർ ഫസ്മിനയോട് തോന്നി. ആ ഒരു സമയത്ത് ഫസ്മിന നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമായിരുന്നു, ഒരു ലൈം ലൈറ്റിൽ നിൽക്കുമായിരുന്നു. സോ ഫസ്മിന എന്ത് ചെയ്തു, ആ ഒരു ലൈം ലൈറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ലല്ലൂബിനെ പറ്റി കുറേ വീഡിയോസ് ഇറക്കാൻ തുടങ്ങി. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലല്ലൂബിക്ക് ഒരു റെസ്പോണ്ടും ഇല്ല, ചെക്കനെ കാണാൻ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഫസ്മിന കണ്ടന്റ് ഉണ്ടാക്കി, വ്യൂസ് കയറി, ട്രെൻഡിങ്ങിലായി. അങ്ങനെ ഒരു നാൾ എല്ലാവരും കാത്തിരുന്ന ലല്ലൂബിയുടെ റെസ്പോണ്ട് വന്നു. അതായത് ഒരു ഇൻ്റർവ്യൂ വന്നു ലല്ലൂബിയുടെ. ആ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയൊക്കെയോ ഉളത്തരമാണ് ആ ചെക്കൻ പറഞ്ഞത്. അപ്പോഴേക്കും തന്നെ എല്ലാവരും അവനെതിരെ തിരിഞ്ഞിരുന്നു. അവനൊരു കോഴിയാണ്, കേരളത്തിലെ നമ്പർ 1 കോഴിയാണെന്ന് തന്നെ എല്ലാവരും അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നെ നമ്മൾ കാണാൻ തുടങ്ങിയ ദൂരെയായിട്ട് ലല്ലൂബിയുടെ ഇൻ്റർവ്യൂസ്. ഇഷ്ടംപോലെ അലിഗേഷൻസ് തിരിച്ച് ഫസ്മിനയ്ക്കെതിരെ ലല്ലൂബി പറയാൻ തുടങ്ങി. ഇതിനെല്ലാം റിപ്ലൈ ആയിട്ട് ഫസ്മിന കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് തിരിച്ചും പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഫസ്മിനയുടെ ഇത്ത ഒരു റീലിറക്കി. ആ ഒരു റീൽ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു, ഒരു സിമ്പിൾ ഡേ ടു ഡേ ലൈഫ് ബ്ലോഗ്. പക്ഷേ അതിലൊരു പോർഷനിൽ നമ്മുടെ ഫസ്മിനയുടെ റൂം കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഫസ്മിനയുടെ ഡയറി ഇത്ത പൊക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത്ത അന്നറിഞ്ഞില്ല ഇത്തയുടെ കുഞ്ഞ് പെങ്ങളുടെ ഇന്നസെൻസ് എല്ലാം അന്നുകൊണ്ട് തീരാൻ പോകുകയാണ്. ഡയറിയിലെ 2-3 പേജുകൾ അത്യാവശ്യം വേണ്ടപ്പെട്ടതായിരുന്നു. എനിക്കല്ല, വേറെ കുറച്ച് പേർക്ക് വേണ്ടപ്പെട്ടതായിരുന്നു. ലല്ലൂബിക്ക് കിട്ടിയൊരു തുറുപ്പ് ചീട്ടായിരുന്നത്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. കഥയുടെ പാർട്ട് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ടിൽ ദെൻ, ബൈ സൈനിങ് ഓഫ്.